ആധുനിക ശാസ്ത്രത്തിന്റെ, വൈദ്യശാസ്ത്രത്തിന്റെ അല്ല പറയുന്നത്, ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളായ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും പരിധിയിൽ ഒരിക്കലും തെളിയിക്കപ്പെടാവുന്ന ശാസ്ത്രമല്ല ഹോമിയോപ്പതി. ഇപ്പൊ ആയുർവേദ മരുന്നുകൾ എന്ന രൂപേണ കൊടുക്കപ്പെടുന്ന കുപ്പിയിലും അതുപോലെ വടകമായിട്ടും ലേഹ്യമായിട്ടും ഒക്കെ കൊടുക്കുന്ന പല മരുന്നുകളിലും മോഡേൺ മെഡിസിൻ മോളിക്യൂൾ ഒളിച്ചേർത്ത് ഇൻഡിസ്കൈസ് ചേർത്തുള്ളവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു സ്ട്രോക്ക് ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് അദ്ദേഹം ഏത് ക്ലാസ് മുതൽ ഈ ബ്രില്യന്റ് ട്യൂഷൻ സെന്ററിൽ പോകണം? ഈ ചരിത്രാതീത കാലം മുതലേ അല്ലെങ്കിൽ 10,000 കൊല്ലമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. പുതിയതായിട്ട് വന്നതൊന്നുമല്ല. ഈ ഏറ്റവും അവസാനത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 36 വർഷം മാത്രമാണ്. ശരാശരി ആയുർദൈർഘ്യം. ഇൻഫന്റ് മോർട്ടാലിറ്റി, കുട്ടികളുടെ മരണനിരക്ക് എന്ന് പറഞ്ഞാൽ 250 കുട്ടികൾ വീതം ഇന്ത്യയിൽ മരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ 1,00,000 അമ്മമാർ പ്രസവിക്കുമ്പോൾ 5,000 അമ്മമാർ മരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞാൽ 1006 എന്ന് പറഞ്ഞാൽ അമേരിക്കയെയും യൂറോപ്പിനെയും വെല്ലുന്ന രീതിയിൽ അത്രമാത്രം വളരെ ചെറിയ നിരക്കിലേക്ക് നമ്മുടെ മരണനിരക്ക് കുറക്കാൻ പറ്റി. മാതൃമരണ നിരക്ക് ഇന്ത്യയുടെ ശരാശരി, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഈ എല്ലാവരും സംയുക്തമായിട്ട് ചികിത്സ നടത്തുന്ന മറ്റു പ്രദേശങ്ങളിലൊക്കെ മരണനിരക്ക് ഇപ്പോഴും 1,250,000. 5,000 കുറഞ്ഞു ആധുനിക വൈദ്യശാസ്ത്രം വന്നതിന് ശേഷം. പക്ഷെ കേരളത്തിൽ അത് വെറും 10. അപ്പൊ അവിടേക്കാണ് ഈ സങ്കര ചികിത്സ വേണമെന്ന് വാദിക്കുന്നത്. ഈ ആയുർദൈർഘ്യം കോൺസെപ്റ്റ് കേരളത്തിൽ വരാനുള്ള പ്രശ്നം എന്താണ്? അല്ല, ഉത്തരേന്ത്യയിലെ പലയിടത്തും 100 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഒരു ഡോക്ടറെ കിട്ടാത്തതായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. വളരെ പ്രാകൃതമായ രീതിയിൽ ചികിത്സയുള്ള വ്യാജന്മാർ നിലനിൽക്കുന്ന ഈവൻ നേഴ്സിനെ പോലും കിട്ടാത്തതായിട്ടുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ കോലക്കേഷനും കാര്യങ്ങളൊക്കെ ഫലവത്തായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടാകാം. അതിന്റെ വ്യാവസായികമായ നേട്ടങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ടാവാം. നേരെ മറിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർമാർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇത്രയധികം എന്താ പറയുക പരിണതപ്രജ്ഞനായിട്ടുള്ള ഡോക്ടർമാരുള്ള ആശുപത്രികളുള്ള ഈ എത്രയും ചെറിയ മരണനിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയ, പോളിയോ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയ, അതല്ലെങ്കിൽ മറ്റു രോഗങ്ങളെയൊക്കെ പിടിച്ച് കെട്ടാൻ പറ്റിയ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ നമ്മുടെ ആരോഗ്യരംഗം തകരാറിലാവുകയുണ്ടാവുകയുള്ളൂ. അതിന് നേട്ടങ്ങൾ ജനങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ഒന്നിച്ചു നിന്നാൽ നമ്മളിപ്പോ അല്ല നമ്മൾ ഒരു സിസ്റ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നത് ശരി തന്നെ. പക്ഷെ മനസ്സിലാക്കുക, അതുപോലെ ഈജിപ്ഷ്യൻ സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ ചൈനീസ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ ഇറാനിലെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ മോഡേൺ മെഡിസിൻ, അലോപ്പതി എന്നുള്ള വാക്ക് തന്നെ ടെർമിനോളജി തന്നെ തെറ്റാണ്. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഡബിൾ ബ്ലൈൻഡ് ഒരു ക്ലിനിക്കൽ റിസർച്ച്, റാൻഡമൈസ് ക്ലിനിക്കൽ റിസർച്ച് നടത്താൻ പറ്റുന്നതായുള്ള ശാസ്ത്ര മേഖലയാണ്. നേരെ മറിച്ച് ഇതിനൊരു ക്ലിനിക്കൽ ട്രയൽ ഇല്ലാത്താണോ ഡോക്ടേഴ്സിനെ പോലുള്ള ആൾക്കാരുടെ പ്രശ്നം? തീർച്ചയായിട്ടും സയന്റിഫിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ട്രയലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിവാക്കപ്പെടണം, തെളിയിക്കപ്പെടണം. 2019 ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചിലപ്പോൾ ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഈ ആയുർവേദത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവനെ വരെ പന്താടുന്ന രീതിയിൽ 2019 കൊടുത്ത ഇളവ് എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദ മരുന്നുകൾക്ക് ക്ലിനിക്കൽ ട്രയലുകൾ പോലും വേണ്ടാണ്. അതൊക്കെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ചതിക്കുഴികളാണ്. അപ്പൊ അതുമായിട്ട് ഒത്തുപോകാന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന, ശാസ്ത്രീയമായി മാത്രം ചിന്തിക്കുന്ന, നമ്മുടെ എല്ലാ രീതിയിലും പ്രൂവണായിട്ടുള്ള സയന്റിഫിക് ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന മോഡേൺ മെഡിസിന് ശാസ്ത്രീയമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കാളവണ്ടിയാണ്. ഈ കാളവണ്ടിയെ നമ്മൾ അതിന്റെ സീറ്റ് മാറ്റി ലെതർ സീറ്റ് ആക്കുകയും അതിനൊരു ബെൻസ് കാറിന്റെ ഒരു ഷേപ്പ് കൊടുക്കുകയും ഒരു ബോഡി കൊടുക്കുകയും അതിനൊരു റോൾസ് റോയ്സിന്റെ ഒരു എഞ്ചിൻ പിടിപ്പിക്കുകയും അതിന് ഒരു ഡീസൽ എഞ്ചിൻ പിടിപ്പിക്കുകയും അതിൽ വേണ്ട പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കി മാറ്റുകയും ചെയ്തിട്ട് ഇത് കാളവണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന് ഊറ്റം കൊള്ളുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയാൽ പറ്റില്ലല്ലോ. ഒന്ന് മനസ്സിലാക്കുക, ഇപ്പോ ഈ ചരിത്രാതീത കാലം മുമ്പ് ഈ റൈനോപ്ലാസ്റ്റി നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ശുശ്രൂതന്റെ കാലഘട്ടത്തിൽ റൈനോപ്ലാസ്റ്റി മൂക്കിന്റെ സർജറി ചെയ്തിട്ടുണ്ട്, അവിടെ തൊലി പിടിപ്പിച്ചതാണ് ആ സർജറി. അത് അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്ര കാലങ്ങൾ നടക്കുന്നുണ്ട്? രണ്ടാമതും ചോദിക്കട്ടെ, അങ്ങനെയാണ് നമ്മൾ പഴയ ഉപോത്ഭവമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ കൗരവരെ സൃഷ്ടിച്ചത് 100 പേരെ മുറിച്ച് പാത്രത്തിൽ ഒരു മാംസമുണ്ടത്തെ 101 പാത്രങ്ങളിൽ വെച്ചിട്ട് 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടി ദുശ്ശലയാണ് ഉണ്ടായത്. അപ്പൊ ഇന്ത്യയിലാണ് നമുക്ക് ആദ്യമായിട്ട് ക്ലോണിങ്ങും ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചറും ആദ്യമായിട്ട് ഇൻഫിട്രോ ഫെർട്ടിലൈസേഷൻ ഉണ്ടായി നമുക്ക് വാദിച്ചുകൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി നമ്മുടെ ചന്ദ്രനെ 2ആയി പിളർത്തി എന്നുള്ളത് ലോകത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ആദ്യത്തെ മുഹമ്മദ് നബിയാന്ന് വിശ്വസിച്ചുകൂടെ?
യേശു ക്രിസ്തു ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു കടലിനെ പിളർത്തുകയും അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കിയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വയം മരണത്തിന് എഴുന്നേറ്റ് വന്നതാണ്. അപ്പൊ യേശു ക്രിസ്തു ആണ് ഏറ്റവും വലിയ ഇത് ഉപജ്ഞാതാവ്, മരണത്തിന് അതീതനായിട്ടുള്ള ആളെന്നുള്ളത് എല്ലാവർക്കും വിശ്വസിച്ചുകൂടെ? അതല്ല, നമുക്ക് തെളിയിക്കണം. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നമുക്ക് ഭൂമിയിലുള്ള മനുഷ്യരിൽ ഏകദേശം 50% സ്ത്രീകളാണ്. അതൊരു അസുഖമല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പ്രസവം, ഗർഭം. തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രസവം എടുക്കുന്ന മോഡേൺ മെഡിസിൻ MBBS ഡോക്ടറാണ്. അതുപോലും എടുക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ അതുപോലും സ്വന്തമായിട്ട് എടുക്കാൻ പ്രാപ്തിയില്ലാത്ത, ഒരു ആന്റിബയോട്ടിക് പോലും കൊടുക്കാൻ പറ്റാത്ത, ഒരു ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കാൻ പറ്റാത്ത, ഒരു പ്ലേഗോ വസൂരിയോ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ മിഴിച്ചു നിൽക്കാൻ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇന്ത്യയിലെ ട്യൂബർക്ലോസിസ്, ലെപ്രസി, അല്ലെങ്കിൽ എലിപ്പനി, ടൈഫോയിഡ്, മലേറിയ ഇത്യാദി രോഗങ്ങളെ ഒന്നും തന്നെ കൈകാര്യം ചെയ്യാൻ ഇതുവരെ യാതൊരുവിധ കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെടാത്ത, ഒരു മരുന്ന് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരു പ്രാകൃത ചികിത്സാ രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൊണ്ട് നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഏത് രീതിയിലും സങ്കര ചികിത്സ നടക്കാവുന്ന രീതിയിൽ, പക്ഷെ സങ്കര ചികിത്സ നടത്തിയുള്ള മേഖലകളിലൊക്കെ തന്നെ രോഗികൾക്ക് വൻതോതിലുള്ള ജീവനഷ്ടവും പണനഷ്ടവുമാണ് ഉണ്ടാകുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ, വൈദ്യശാസ്ത്രത്തിന്റെ അല്ല പറയുന്നത്, ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളായ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും പരിധിയിൽ ഒരിക്കലും തെളിയിക്കപ്പെടാവുന്ന ശാസ്ത്രമല്ല ഹോമിയോപ്പതി. അതിന് വേറെ എന്തെങ്കിലും നിർവചനം തുടങ്ങേണ്ടി വരും. കാരണം ജസ്റ്റ് കെമിസ്ട്രിയെ കുറിച്ച് അടിസ്ഥാന നോളജ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.023 × 10⁻23 അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു മോൾ. മോൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വോളിയമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ്. 2 ഗ്രാം ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. 2 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6.023 × 10⁻23 മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, അത്രയും തന്മാത്രകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഓരോ തവണയും നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്താൽ, അതൊരു ഇപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് 150 ആണ് മോളിക്കുലർ വെയിറ്റ്. 150 ഗ്രാം ഗ്ലൂക്കോസ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ അതിനെ നമ്മൾ പറയും 1 മോളാർ ഗ്ലൂക്കോസ്. അതിനകത്ത് 6.023 × 10⁻23 നമ്പർ മോളിക്യൂൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? ആ 1 ലിറ്റർ ലായനിൽ നിന്ന് 100 ml എടുത്തിട്ട് 900 ലിറ്റർ വെള്ളമായി നമ്മൾ അതിനെ നേർപ്പിച്ചാൽ അതിന് 1 ഡൈലൂഷൻ എന്ന് പറയും. എന്നാൽ 10⁻22 മോളിക്യൂളാവും. വീണ്ടും അതിൽ നിന്ന് ആ ദ്രാവത്തിൽ നിന്ന് 100 ml എടുത്ത് 900 ദ്രാവകം വെള്ളമായി കഴിഞ്ഞാൽ 2 ഡൈലൂഷൻ 10⁻21 ആവും. അങ്ങനെ 23 ആവർത്തി നമ്മൾ അതിൽ നിന്ന് എടുത്ത് നമ്മൾ അതിനെ നേർപ്പിച്ചാൽ അതിനകത്ത് 6 മോളിക്യൂളേ ഉണ്ടാവുള്ളൂ. ശാസ്ത്രമാണ്, അത് കെമിസ്ട്രിയാണ്. 24ാമത്തെ ഡൈലൂഷനിൽ അതിനകത്ത് 0 മോളിക്യൂളാണ്. ഹോമിയോയുടെ പല മരുന്നുകളും 100 ഡൈലൂഷനാണ്. അപ്പൊ അടിസ്ഥാനപരമായ കെമിസ്ട്രിക്കും അടിസ്ഥാനപരമായ ഫിസിക്സിനും നമ്മൾ പഠിച്ചുള്ള ശാസ്ത്രം നിരക്കുന്നതായിട്ടുള്ള വാദങ്ങളല്ല. അതിന് വേറെ വാദങ്ങളിൽ അവതരിപ്പിക്കാം. പരീക്ഷണങ്ങൾ നടത്തി നോക്കുമ്പോൾ ഇപ്പൊ ആയുർവേദ മരുന്നുകൾ എന്ന രൂപേണ കൊടുക്കപ്പെടുന്ന കുപ്പിയിലും അതുപോലെ വടകമായിട്ടും ലേഹ്യമായിട്ടും ഒക്കെ കൊടുക്കുന്ന പല മരുന്നുകളിലും മോഡേൺ മെഡിസിൻ മോളിക്യൂൾ ഒളിച്ചേർത്ത് ഇൻഡിസ്കൈസ് ചേർത്തുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ ആദി വടകം, ആസ്പിരിൻ ആദി ലേഹ്യം എന്നുള്ള കഥകളൊക്കെ ഇന്നും വളരെ ലോകത്തിൽ നിന്നുള്ള ശാസ്ത്രശാഖകൾ, എല്ലാ ശാസ്ത്രശാഖകളും തന്നെ എടുത്താലും ഏറ്റവും വളരുന്നതും ഏറ്റവും വേഗത്തിൽ വളരുന്നതും ഏറ്റവും കൂടുതൽ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ യാതൊരുവിധ കൂസലുമില്ലാതെ തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുകയും തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് മോഡേൺ മെഡിസിൻ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു മരുന്നിനെ കുറിച്ചല്ലേ പറഞ്ഞ മോഡേൺ മെഡിസിനിൽ ഹൈപ്പർ ടെൻഷൻ 100 കണക്കിന് മരുന്നുകൾ മോഡേൺ മെഡിസിൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രമേഹമുണ്ടോ, അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉണ്ടോ, അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ്, അദ്ദേഹത്തിന്റെ പ്രഷർ എത്രയാണ്, അദ്ദേഹത്തിന് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ, ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുണ്ടോ, അദ്ദേഹത്തിന് ഹാർട്ടിന് വീക്കമുണ്ടോ, ഹാർട്ടിന് വലിപ്പക്കൂടുതലുണ്ടോ, ഹൃദയത്തിന്റെ ഭിത്തി കട്ടി കൂടുതലുണ്ടോ, രക്തക്കുഴലിന് കട്ടി കൂടുതലുണ്ടോ, കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, കിഡ്നിക്ക് വീക്കുണ്ടോ, ഇത്യാദി 100 കണക്കിന് പാരാമീറ്റേഴ്സ് നോക്കി അതാണ് മോഡേൺ മെഡിസിൻ ടെസ്റ്റ് നടത്തുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചാണ് റിസർച്ചിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ വന്നാൽ സാറിന് മരുന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷമാണ്. അല്ലാതെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ചികിത്സയല്ല. ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോ, ഇത് വ്യക്തിപരമല്ല, പക്ഷെ ഞാൻ പറയാണ്, ഉദാഹരണം എന്നുള്ള രീതിയിലൂടെ പറയാണ്. ഈ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ എന്ന് പറഞ്ഞാല് 10-18 വയസ്സുള്ളപ്പോൾ മെഡിക്കൽ കോളേജിൽ കയറി. ഞാൻ MBBS 5.5 കൊല്ലം, പിന്നെ 2 കൊല്ലം ഇരുന്ന് പഠിച്ചു. MD പോയി, MD 3 കൊല്ലം, പിന്നെ 3 ഡിപ്ലോമകൾ ചെയ്തു. അപ്പോൾ അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അമൃത മെഡിക്കൽ കോളേജ്, പിന്നെ ഡയബറ്റോളജി, പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അപ്പോൾ ശിശു ചികിത്സയിൽ 1 കൊല്ലത്തെ ഡിപ്ലോമ, ജെറിയാട്രിക് മെഡിസിനിൽ 1 കൊല്ലത്തെ ഡിപ്ലോമ. അപ്പോൾ 10-30 വയസ്സ് വരെ പഠനം തന്നെയായിരുന്നു. ഈ പഠനത്തിനിടയിൽ വേണ്ടുന്ന സ്പോർട്സോ കാര്യങ്ങളൊക്കെ വരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജനിതകമായ കാരണം കൊണ്ടായിരിക്കാം, എന്നാൽ സ്ഥൂല പ്രകൃതിയുള്ള ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളുണ്ട്, ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഡയബറ്റീസ് കൺട്രോളിലാണ്, ഞാൻ മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള GLP-1 അനലോഗ് പോലുള്ള മരുന്നുകൾ ഉൾപ്പെടെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ
അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ വെൽ കൺട്രോൾഡ് ആണ്. പക്ഷെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്, ഈ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാമെന്ന് പറയുന്ന ആളുകൾ അവരെല്ലാം വെൽ കൺട്രോൾഡ് ആണോ? അവർക്ക് ഒബേസിറ്റി ഇല്ലേ? അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലേ? ഇപ്പൊ ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലേ? അപ്പൊ അത് ചികിത്സിക്കാൻ പറ്റുന്നുണ്ടോ? ആയുർവേദ ഡോക്ടർ MRI സ്കാനോ CT സ്കാനോ ചെയ്തിരിക്കുക. MRI സ്കാനും CT സ്കാനും കണ്ടുപിടിച്ചത് ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റോ ആയിരിക്കാം, സയന്റിസ്റ്റ് ആയിരിക്കാം. അതിന് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്, ഒരു റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടറാണ്. റേഡിയോ ഡയഗ്നോസിസ് പറഞ്ഞാൽ മോഡേൺ മെഡിസിന്റെ സബ്ജക്റ്റ് ആണ്, സബ്ജക്ട്. അതിനകത്ത് ഇപ്പൊ കുറച്ച് വെള്ളം ചേർക്കൽ ആയുർവേദത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, സംഭവിച്ചിരിക്കാം. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു സ്ട്രോക്ക് ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? സാർ, എമർജൻസി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ മോഡേൺ ഡോക്ടേഴ്സിനെ തന്നെയാണ് ആശ്രയിക്കാറുള്ളത്. അത് വേറെ സംശയമൊന്നുമില്ല. അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടിയിട്ടില്ല. കുത്തകയല്ല സാറേ, ഈ കുത്തക എന്ന് പറയുമ്പോൾ സാറ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് അദ്ദേഹം ഏത് ക്ലാസ് മുതൽ ഈ ബ്രില്യന്റ് ട്യൂഷൻ സെന്ററിൽ പോകണം? പല കുട്ടികൾ 5ാം ക്ലാസ് മുതൽ ബ്രില്യന്റ് ട്യൂഷൻ സെന്ററിൽ പോവാണ്. 8ാം ക്ലാസ് മുതൽ പോയിട്ട് അവിടെ എന്താ പറയുക, ഒരു പള്ളിയിലെ അച്ഛൻ പഠിക്കാൻ പോകുന്ന പോലെ സാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കൂളുകളിൽ പോയിട്ട് ജയിൽ ജീവിതം അനുഷ്ഠിച്ചാണ് 5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ MBBS എൻട്രൻസ് എഴുതുന്നത്. അപ്പോഴാണ് നീറ്റിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. വീണ്ടും റിപ്പീറ്റ് എഴുതാണ്. 5.5 കൊല്ലത്തെ MBBS കഷ്ടപ്പാടുകൾ തന്നെയാണ്. പിന്നെയും 2 കൊല്ലമൊക്കെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് മെറിറ്റിൽ MDക്ക് കിട്ടുക. പിന്നെ 3 കൊല്ലം MD പഠിക്കണം. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വീണ്ടും 2 കൊല്ലം ഇരുന്ന് പഠിക്കണം. പിന്നെ 3 കൊല്ലം സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യണം. അപ്പോൾ ഒരു 10-15 കൊല്ലത്തെ അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും അവരുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ത്യാഗഫലമായിട്ടാണ് ഒരു ഡിഗ്രി എടുക്കുന്നത്. ആ ഡിഗ്രി എടുത്തിട്ട് ആ ഡോക്ടർ കൊടുക്കുന്ന ഡയഗ്നോസിസ് ആണ് ഈ പറയുന്നത്. ഇത് ഈ കുത്തകയാണെന്ന് പറഞ്ഞില്ലേ? ആ കുത്തക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ 15 കൊല്ലത്തെ ഉറക്കം വിളിച്ചിരുന്നുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള